ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന സ്മാർട്ട് ഫോൺ വിവോ V40e 5G എന്ന് പറയുന്ന ഒരു സ്മാർട്ട് ഫോണിനെ പറ്റിയാണ്. വിവോ V30e സ്മാർട്ട് ഫോണിന്റെ സക്സസറായി വരുന്ന സ്മാർട്ട് ഫോണാണ് വിവോ V40e 5G എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ. 25,000 തൊട്ട് 28,000 രൂപ വരെയുള്ള പ്രൈസ് റേഞ്ചിന്റെ ഇടയിലായിരിക്കും ഈ സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യുക. വിവോ V30eക്ക് 26,000 രൂപയാണ് വില. അപ്പോൾ ആ ഒരു പ്രൈസ് റേഞ്ചിലായിരിക്കും ഈ വിവോ V40e എന്ന് പറയുന്ന ഈ സ്മാർട്ട് ഫോണും ലോഞ്ച് ചെയ്യാൻ സാധ്യത. 25 സെപ്റ്റംബറിലാണ് ഈ സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യുക. ഫ്ലിപ്കാർട്ട് വഴിയായിരിക്കും സെയിൽ. അപ്പോൾ കൂടുതൽ സമയം കളയാതെ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ ഡീറ്റെയിലായി പരിശോധിച്ച് ഈ സ്മാർട്ട് ഫോൺ വാല്യുബിൾ ആണോ അല്ലയോ എന്നോ നോക്കാം. പ്രോസസർ MediaTek Dimensity 7300 ചിപ്സെറ്റ് ആണ് നൽകിയിട്ടുള്ളത്. 2.5 GHz ക്ലോക്ക് ചെയ്തിരിക്കുന്നത്. 8 കോഴ്സുള്ള CPU ആണ്. 2.5 GHz ഫോർ പെർഫോമൻസ് കോഴ്സും 2 GHz ഫോർ എഫിഷ്യൻസി കോഴ്സുമാണ് ഉള്ളത്. 4nm ഫാബ്രിക്കേഷൻ ടെക്നോളജി നിർമ്മിച്ചൊരു പ്രോസസറാണിത്. ഈ പ്രോസസർ ബിൽഡ് ചെയ്തിരിക്കുന്നത് TSMC ആണ്. ഇതിൽ വരുന്ന GPU Mali G615 MP2 GPU ആണ്. 6 ലക്ഷത്തിന് മുകളിലാണ് ഈ സ്മാർട്ട് ഫോണിൽ കിട്ടുന്ന ANTUTU സ്കോർ. അപ്പോൾ ഓവറോൾ നോക്കിയാൽ Dimensity 7300 എന്ന് പറയുന്ന ഈ ചിപ്സെറ്റ് വളരെ മികച്ചൊരു ചിപ്സെറ്റ് തന്നെയാണ്. ബഡ്ജറ്റ് റേഞ്ചിൽ വരുന്ന അത്യാവശ്യം നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു ചിപ്സെറ്റ് തന്നെയാണ്. Dimensity 7300 എന്ന് പറയുന്ന ഈ ചിപ്സെറ്റ് വളരെ മികച്ച പ്രൈസ് റേഞ്ചിൽ കുറച്ച് സ്മാർട്ട് ഫോൺസിൽ തന്നിട്ടുണ്ട്. ആ സ്മാർട്ട് ഫോൺസ് ഏതൊക്കെയാണെന്ന് ഈ വീഡിയോയുടെ അവസാനം കൺക്ലൂഷനിൽ പറയാം. സ്റ്റോറേജ് LPDDR4Xന്റെ 8GB 12GB RAM വേരിയൻസ് ആണ് ഉള്ളത്. UFS 3.1ന്റെ 128GB 256GB എന്ന ഇന്റേണൽ മെമ്മറി ഓപ്ഷൻസും തന്നിട്ടുണ്ട്. മെമ്മറി കാർഡ് ഇടാനുള്ള സപ്പോർട്ടുണ്ട്. 1 TB വരെയാണ് മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നത്. ഇനി ഡിസ്പ്ലേയിലേക്ക് വന്നാൽ 6.77 ഇഞ്ചിന്റെ ഫുൾ HD പ്ലസ് കർവ്ഡ് AMOLED ഡിസ്പ്ലേ ആണ് തന്നിട്ടുള്ളത്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്ന ഡിസ്പ്ലേ ആണിത്. HDR10+ സപ്പോർട്ട് ചെയ്യുന്ന ഡിസ്പ്ലേ ആണിത്. SGS ലോ ബ്ലൂ ലൈറ്റ് സർട്ടിഫിക്കേഷൻ നൽകിയിട്ടുള്ള ഡിസ്പ്ലേ ആണിത്. 388 pp ആണ് പിക്സൽ ഡെൻസിറ്റി. പഞ്ച് ഹോൾ ഡിസ്പ്ലേ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. കൂടാതെ P3 കളർ ഗാമറ്റ് ഗ്രേഡഡ് ഫിലിംഗ് ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് കളർ ഗ്രേഡ് ചെയ്തിരിക്കുന്ന ഡിസ്പ്ലേ ആണിത്. 1200 nitsന്റെ ടിപ്പിക്കൽ ബ്രൈറ്റ്നസും 4500 nitsന്റെ പീക്ക് ബ്രൈറ്റ്നസും സപ്പോർട്ട് ചെയ്യുന്ന ഡിസ്പ്ലേ ആണ്. ഓവറോൾ നോക്കിയാൽ മൾട്ടിമീഡിയ എക്സ്പീരിയൻസിന് വളരെ മികച്ചൊരു ഡിസ്പ്ലേ തന്നെയാണ് വിവോ V40e എന്ന് പറയുന്ന ഈ സ്മാർട്ട് ഫോണിൽ നൽകിയിട്ടുള്ളത്. ഇനി ക്യാമറയിലേക്ക് വന്നാൽ റീഡ് സൈഡിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് ആണ് തന്നിട്ടുള്ളത്. 50 MB മെയിൻ സെൻസറും 8 MP അൾട്രാവൈഡ് ക്യാമറയുമാണ് തന്നിട്ടുള്ളത്. അതിൽ 50 MB മെയിൻ സെൻസർ സോണി IMX822 സെൻസറാണ് നൽകിയിട്ടുള്ളത്. 4K 30 FPS വരെ മാക്സിമം റെക്കോർഡ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. ഇത് OIS സപ്പോർട്ട് ചെയ്യുന്ന ക്യാമറ കൂടിയാണ്. ഇനി സെക്കൻഡറി തന്നിരിക്കുന്ന 8 MP അൾട്രാവൈഡ് ക്യാമറയിൽ 1080p 30 FPS വരെയാണ് മാക്സിമം റെക്കോർഡ് ചെയ്യാൻ സാധിക്കുന്നത്. ഇതിന് ഇലക്ട്രോണിക് സ്റ്റെബിലൈസേഷന്റെ സപ്പോർട്ടും നൽകിയിട്ടുണ്ട്. ഇനി ഫ്രണ്ട് സൈഡിലേക്ക് വന്നാൽ 50 MB സെൽഫി ക്യാമറയാണ് നൽകിയിട്ടുള്ളത്. സോണിയുടെ സെൻസറാണ് ഫ്രണ്ട് സൈഡിലും തന്നിട്ടുള്ളത്. പക്ഷെ ഏത് സെൻസറാണെന്ന് വ്യക്തമല്ല. അത്യാവശ്യം നല്ല വൈഡർ ഫീൽഡ് കിട്ടുന്ന സെൽഫി ക്യാമറയാണ് നൽകിയിട്ടുള്ളത്. 4K 30 FPS വരെ മാക്സിമം റെക്കോർഡ് ചെയ്യാനും സാധിക്കും. ഇനി റിയർ സൈഡിലെ ഒരു പ്രധാനപ്പെട്ട ഫീച്ചറാണ് ഓറോ ലൈറ്റ്. ഓറോ ലൈറ്റ് എന്ന് പറയുന്നത് ഒരു റൗണ്ട് സർക്കിളിൽ വരുന്ന ഒരു ഫ്ലാഷ് ആണ്. ഇത് വാം ലൈറ്റ്സും കൂൾ ലൈറ്റ്സും പ്രൊവൈഡ് ചെയ്യും. ഇത് വെച്ച് നിങ്ങൾക്ക് ഡിഫറെന്റ് ലൈറ്റിംഗ് സിറ്റുവേഷനിൽ യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിന്റെ കുറച്ച് ക്യാമറ സാമ്പിൾസ് ഞാനിവിടെ കാണിക്കാം. ഇത് കണ്ട് നിങ്ങൾക്ക് ഇതിന്റെ ക്യാമറ ക്വാളിറ്റി എന്തോരമുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. വിവോയുടെ സൈറ്റിൽ കൊടുത്തിരിക്കുന്ന ക്യാമറ സാമ്പിൾസ് ആണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. ഈ സോഫ്റ്റ്വെയറിലേക്ക് വന്നാൽ FunTouchOS 14 ബേസ്ഡ് ഓൺ Android 14 ഈ സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ഇനി ബാറ്ററിയിലേക്ക് വന്നാൽ 5500 mAhന്റെ ഒരു ബാറ്ററിയാണ് തന്നിട്ടുള്ളത്. അത് പവർ ചെയ്യാൻ 80 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും നൽകിയിട്ടുണ്ട്. 7.5 വാട്ട്സിന്റെ റിവേഴ്സ് ചാർജിങ് സപ്പോർട്ടും നൽകിയിട്ടുണ്ട്. USB Type-C 2.0 ആണ് USB പോർട്ട് വെർഷൻ. ഇനി ഡിസൈനിലേക്ക് വന്നാൽ IQZ9S Vivo V40 എന്നീ സ്മാർട്ട് ഫോണിൽ കണ്ടുവരുന്ന സെയിം ഡിസൈൻ പാറ്റേൺ തന്നെയാണ് ഇവിടെയും ഫോളോ ചെയ്തിരിക്കുന്നത്. 183 grams ആണ് ഈ ഫോണിന്റെ വെയിറ്റ്. 7.49 mm തിക്നെസ് ആണ് ഈ ഫോണിന് ഉള്ളത്. പ്ലാസ്റ്റിക് ബോഡിയാണ് നൽകിയിട്ടുള്ളത്. 2 കളർ വേരിയൻസിലാണ് ഈ സ്മാർട്ട് ഫോൺ അവൈലബിൾ ആയിട്ടുള്ളത്. റോയൽ ബ്രോൺസ്, മിന്റ് ഗ്രീൻ എന്നീ കളർ ഓപ്ഷൻസ് ആണ് ഉള്ളത്.
ഇനി അതർ ഫീച്ചേഴ്സ് എന്തൊക്കെയുണ്ടെന്ന് നോക്കിയാൽ ഡ്യുവൽ 5G സപ്പോർട്ടുണ്ട്, വൈഫൈ 6 ആണ് നൽകിയിട്ടുള്ളത്, ബ്ലൂടൂത്ത് 5.4 ആണ് നൽകിയിട്ടുള്ളത്, NFC സപ്പോർട്ടുണ്ട്, IP65 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റന്റും തന്നിട്ടുണ്ട്. പിന്നെ ഒരു മെയിൻ ഫീച്ചറാണ് ഓറലൈറ്റ്, AI പോർട്രേറ്റ് സ്യൂട്ട്, AI ഇറേസ് എന്ന് പറയുന്ന AI ഫീച്ചേഴ്സും നൽകിയിട്ടുണ്ട്. ഹെഡ്ഫോൺ ജാക്ക് സപ്പോർട്ട് ഇല്ല, പക്ഷേ Type-C അഡാപ്റ്റർ ഉപയോഗിച്ച് ഹെഡ്ഫോൺസ് കണക്ട് ചെയ്യാൻ സാധിക്കും. USB Type-C വെർഷൻ 2.0 ആണ് USB പോർട്ട്. ഇതൊക്കെയാണ് ദർ ഫീച്ചേഴ്സ്. ഇനി കൺക്ലൂഷനിലേക്ക് വന്നാൽ iQZ9S എന്ന് പറയുന്ന സ്മാർട്ട് ഫോണിന്റെ റീബ്രാൻഡഡ് വെർഷനാണ് വിവോ V40e എന്ന് പറയുന്ന ഈ സ്മാർട്ട് ഫോൺ. സെയിം സ്പെസിഫിക്കേഷൻസ് തന്നെയാണ് ഈ രണ്ട് സ്മാർട്ട് ഫോണുകളിലും തന്നിട്ടുള്ളത്. വിവോ iQZ9Sന്റെ പ്രൈസ് എന്ന് പറയുന്നത് 20,000 റുപ്പീസ് ആയിരുന്നു. വിവോ V40e എന്ന് പറയുന്ന ഈ സ്മാർട്ട് ഫോണിന്റെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് 26,000 to 28,000 റുപ്പീസ് എന്നീ പറയുന്ന പ്രൈസ് റേഞ്ചിന്റെ ഇടയിലായിരിക്കും. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞാൽ ഞാൻ ഈ സ്മാർട്ട് ഫോൺ ചൂസ് ചെയ്യില്ല. 28,000 രൂപയ്ക്ക് വിവോ V40e എന്ന് പറയുന്ന ഈ സ്മാർട്ട് ഫോണിന് പകരം നിങ്ങൾക്ക് iQZ9S എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ ചൂസ് ചെയ്യാം. കുറച്ചുകൂടി വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഒരു ഓപ്ഷൻ അതാണ്. ഇനി ഡയമൻസിറ്റി 7300 എന്ന് പറയുന്ന ചിപ്സെറ്റ് വെച്ച് വളരെ മികച്ച പ്രൈസ് റേഞ്ചിൽ വന്നിരിക്കുന്ന കുറച്ച് സ്മാർട്ട് ഫോണുകളുടെ ലിസ്റ്റ് ഞാനിവിടെ പറയാം. അത് കണ്ട് നിങ്ങൾക്ക് അതിൽ നിന്നും നിങ്ങൾക്ക് ബെസ്റ്റ് ആയൊരു സ്മാർട്ട് ഫോൺ ചൂസ് ചെയ്യാം. iQZ9S 5G 20,000 രൂപയാണ് ഈ സ്മാർട്ട് ഫോണിന്റെ വില. ഈ ഒരു പ്രൈസ് പോയിന്റിൽ നല്ല ക്യാമറ ക്വാളിറ്റിയും നല്ല പെർഫോമൻസും നൽകുന്ന ഒരു സ്മാർട്ട് ഫോണാണ് iQZ9S 5G. ഇനി നിങ്ങളൊരു റിയൽമി സ്മാർട്ട് ഫോൺ നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് റിയൽമി നാർസോ 70 ടർബോ എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ നോക്കാം. 17,000 രൂപയാണ് ഇതിന്റെ പ്രൈസ്. ഈ ഒരു വിലയ്ക്ക് വളരെ മികച്ചൊരു സ്മാർട്ട് ഫോണാണ് റിയൽമി നാർസോ 70 ടർബോ എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ. റിയൽമിയുടെ തന്നെ മറ്റൊരു ഓപ്ഷനാണ് റിയൽമി 30 Plus 5G. 20,000 രൂപയാണ് ഈ സ്മാർട്ട് ഫോണിന്റെ റേറ്റ്. ഈ ഒരു വിലയ്ക്ക് ഈ സ്മാർട്ട് ഫോണും ബെസ്റ്റ് ഒരു ഓപ്ഷനാണ്. 16,000 രൂപയ്ക്ക് കിട്ടുന്ന മികച്ചൊരു സ്മാർട്ട് ഫോണാണ് CMF Phone 1. നല്ലൊരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് പ്രതീക്ഷിക്കുന്നവർക്ക് ഈ സ്മാർട്ട് ഫോൺ ധൈര്യമായി ചൂസ് ചെയ്യാം. ഇനി മോട്ടോ എന്ന ബ്രാൻഡിന്റെ മോട്ടോ എഡ്ജ് 50 Neo എന്ന് പറയുന്ന സ്മാർട്ട് ഫോണുണ്ട്. 24,000 രൂപയാണ് ഇതിന്റെ പ്രൈസ് റേഞ്ച്. ആ ഒരു പ്രൈസ് റേഞ്ചിന് ഇതും ഒരു മികച്ചൊരു സ്മാർട്ട് ഫോണാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഡയമൻസിറ്റി 7300 ചിപ്സെറ്റ് വെച്ച് വന്നിരിക്കുന്ന മറ്റ് സ്മാർട്ട് ഫോണുകൾ. ഇതിനും കൂടുതൽ സ്മാർട്ട് ഫോൺസ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പ്രൈസ് റേഞ്ച് വെച്ച് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻസ് മാത്രമേ ഞാനിവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഈ സ്മാർട്ട് ഫോണിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ ഇൻട്രസ്റ്റിംഗ് സ്മാർട്ട് ഫോൺ വിശേഷങ്ങളുമായി വീണ്ടും വരാം. ബൈ.